മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി എന്നുള്ളത് എന്ന് കടിച്ചാൽ പൊട്ടാത്ത ഒരു പേരാക്കി ഇങ്ങനെ അവതരിപ്പിച്ചിട്ടുണ്ട്. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ഈ രാജ്യത്തിനകത്ത് ഒന്നാം UPA സർക്കാരിന്റെ കാലഘട്ടത്തിൽ രാജ്യത്തിന്റെ UPA സർക്കാരിന് നേതൃത്വം കൊടുത്ത ശ്രീമതി സോണിയാഗാന്ധിയും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന ഡോക്ടർ മൻമോഹൻ സിംഗിന്റെയും ഒരു സ്വപ്ന പദ്ധതിയായിട്ടാണ് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി രാജ്യത്തിനകത്ത് അവതരിപ്പിക്കപ്പെട്ടത്. രാജ്യത്തെ ജനങ്ങളുടെ പട്ടിണി തുടച്ചു മാറ്റിയ ഒരു വലിയ ബൃഹത്തായ പദ്ധതിയായിരുന്നു അത്. സാധാരണക്കാരായ ജനങ്ങളുടെ കൈവശം പണമെത്തിയ ഒരു പദ്ധതിയാണ്. തൊഴിലില്ലായ്മയിൽ ഈ നാട്ടിലെ ജനങ്ങൾ വലിയ പ്രയാസം അനുഭവിക്കുമ്പോൾ ഗ്രാമീണ മേഖലകളിലെ ജനങ്ങൾക്ക് വലിയ സ്കിൽഡ് ലേബർ ആയിട്ടുള്ള തൊഴിലുകൾ ചെയ്യാൻ സാധിക്കാത്ത ആളുകളെയൊക്കെ സംബന്ധിച്ച് പ്രത്യേകിച്ച് സ്ത്രീകളും മധ്യവയസ്കരായ ആളുകളെയൊക്കെ സംബന്ധിച്ച് തന്നെ അവരുടെ ദൈനംദിന ജീവിതത്തിനകത്ത് ഒട്ടേറെ കാര്യങ്ങളുമായി മുന്നോട്ട് പോകാൻ അവരെ പ്രാപ്തരാക്കിയത്, അവർക്ക് കരുത്ത് പകർന്നു നൽകിയത് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ ഭാഗമായി മഹാത്മാഗാന്ധിയുടെ പേരിൽ അവതരിപ്പിക്കപ്പെട്ട ആ പദ്ധതിയുടെ ഭാഗമായിട്ടാണ്. കേന്ദ്ര ഗവൺമെന്റ് ഇന്ന് ഒരു പുതിയ ബില്ല് കൊണ്ടുവന്ന് ആ ബില്ലിന്റെ ഭാഗമായി മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി എന്നുള്ളത് എന്ന് കടിച്ചാൽ പൊട്ടാത്ത ഒരു പേരാക്കി ഇങ്ങനെ അവതരിപ്പിച്ചിട്ടുണ്ട്. അതിന്റെ ചുരുക്കപ്പേരിലെടുക്കുമ്പോൾ VBG റാം പദ്ധതി എന്ന് പറഞ്ഞ് അത് അവതരിപ്പിക്കുകയാണ്. ആ പദ്ധതിയെ സത്യത്തിൽ ഈ നാട്ടിലെ ജനങ്ങൾക്ക് ഗുണകരമായിരുന്ന ഒരു ദേശീയ പദ്ധതിയെ ഈ രാജ്യത്തിനകത്ത് ഇല്ലായ്മ ചെയ്തിരിക്കുകയാണ്. 100 ദിനങ്ങൾ തൊഴിലവസരങ്ങൾ ഉറപ്പുവരുത്തിയിരുന്ന ഒരു പദ്ധതിയിൽ ഇപ്പോൾ 125 തൊഴിൽ ദിനങ്ങൾ കൊടുക്കാൻ സാധിക്കുമെന്ന് പറയുമ്പോൾ തന്നെ 40% ഫണ്ടും സംസ്ഥാന ഗവൺമെന്റിന്റെ ബാധ്യതയായി ഇന്ന് കേന്ദ്ര ഗവൺമെന്റ് മാറ്റിവെച്ചിരിക്കുകയാണ്. സ്വാഭാവികമായും സംസ്ഥാനത്തിന്റെ തലയ്ക്ക് ഒരു പുതിയ സാമ്പത്തിക ബാധ്യത അടിച്ചേൽപ്പിക്കപ്പെടുന്നതിന്റെ ഭാഗമായി ഈ പദ്ധതി എന്നേക്കുമായി നിന്നുപോകുമോ എന്നുള്ള ഭയം ജനങ്ങൾക്കിടയിൽ വളരെ രൂക്ഷമായ രീതിയിൽ തന്നെ ഉണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ്. അതോടൊപ്പം തന്നെ ഇതിന്റെ ബഡ്ജറ്റും ഇതിന്റെ പദ്ധതിയും ഇതിന്റെ നിയമങ്ങളും അതെല്ലാം തീരുമാനിക്കുന്നത് കേന്ദ്ര സർക്കാരാണ്. കേന്ദ്ര സർക്കാർ 60% പണം മാത്രമാണ് ഇതിനുവേണ്ടി ചെലവഴിക്കുള്ളൂ എന്ന് പറയുന്നു. ഏതെങ്കിലും ഘട്ടത്തിൽ ഫെസ്റ്റിവൽ സീസൺസ് വരുമ്പോൾ അതോടൊപ്പം തന്നെ ഹാർവസ്റ്റിംഗ് സമയങ്ങൾ വരുമ്പോഴൊക്കെ തന്നെ പദ്ധതി നിർത്തലാക്കി വെക്കുമെന്നും കൂടി പറയുന്നുണ്ട്. എന്ന് വെച്ചാൽ എല്ലാ ഘട്ടങ്ങളിലും തുടർച്ചയായ ആളുകൾക്ക് ഒരു വർഷം 100 ദിനങ്ങളെങ്കിലും തൊഴിലവസരങ്ങൾ കൃത്യമായി ഉറപ്പുവരുത്തിയിരുന്ന ഒരു പദ്ധതിയിൽ നിന്ന് ഒരു പ്രത്യേക സാഹചര്യത്തിൽ ആർക്കും തന്നെ തൊഴിലില്ലാത്തൊരു സാഹചര്യം ഉണ്ടാകാൻ വേണ്ടി പോകുന്നു. അതോടൊപ്പം തന്നെ ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് സാമ്പത്തിക ഞെരുക്കം അനുഭവിക്കുന്ന സംസ്ഥാനങ്ങളെ സംബന്ധിച്ച് ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കാത്ത സാഹചര്യം ഉണ്ടായാൽ പല കേന്ദ്ര പദ്ധതികളിലും കേന്ദ്രത്തിന്റെ ഭാഗമായി വിഹിതം കിട്ടാതെ വരുമ്പോൾ സംസ്ഥാനത്തിനകത്ത് നിന്നുപോകുന്ന സാഹചര്യം നമ്മളെല്ലാം ഇന്നലകളിൽ കണ്ടിട്ടുള്ളതാണ്. അപ്പൊ അത്തരമൊരു ഘട്ടമുണ്ടായാൽ ഈ തൊഴിലുറപ്പ് പദ്ധതി തൊഴിലുറപ്പല്ലാത്ത ഒരു സാഹചര്യത്തിലേക്ക് മാറുന്ന ഒരു ഘട്ടത്തിലേക്ക് ഇത് മാറുകയാണ്. അപ്പൊ ഇതിനെതിരെ രാജ്യത്തെമ്പാടും അതിശക്തമായ പ്രതിഷേധ പരിപാടികൾക്ക് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും യൂത്ത് കോൺഗ്രസും നേതൃത്വം കൊടുത്തു വരികയാണ്. രാഹുൽ ഗാന്ധി തന്നെ പറഞ്ഞത് തെരുവുകളിലും പാർലമെന്റിലും ഒരുപോലെ ഈ പദ്ധതിക്ക് വേണ്ടി പൊരുതുമെന്നുള്ളതാണ്. ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ജനങ്ങളുടെ ആശങ്കകളെല്ലാം മുൻനിർത്തിക്കൊണ്ട് തന്നെ ഇതിന്റെ ഒരു പ്രതിഷേധ പരിപാടി എന്ന നിലയ്ക്ക് സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജനുവരി മാസം 3-ാം തീയതി കോഴിക്കോട് വെച്ച് വിപുലമായ ഒരു റാലി ഈ പദ്ധതിയുടെ ആവശ്യകത മുൻനിർത്തി ഈ പദ്ധതിയെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ നയങ്ങൾക്കെതിരായി യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കപ്പെടുകയാണ്. അഖിലേന്ത്യാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ ആ റാലിയുടെ ഭാഗമായി ഇവിടെ കോഴിക്കോട് ജില്ലയിൽ അന്നത്തെ പരിപാടിയിൽ പങ്കെടുക്കും. സമാനമായ രീതിയിൽ തന്നെ നമ്മൾ നിരവധിയായ പദ്ധതികൾ ഇത്തരത്തിൽ ഇവർ പേര് മാറ്റി അവതരിപ്പിക്കുന്ന കാഴ്ച നമ്മളെല്ലാം ഇന്നലെ കണ്ടിട്ടുണ്ട്. 95-ലെ നരസിംഹറാവു സർക്കാർ കൊണ്ടുവന്ന മിഡ് ഡേ മീൽസ് പദ്ധതി, സ്കൂളുകളിൽ നടപ്പിലാക്കിയിരുന്ന മിഡ് ഡേ മീൽസ് പദ്ധതി, ആ പദ്ധതി PM പോഷൺ എന്ന പേരിലേക്ക് പേര് മാറ്റി അവതരിപ്പിക്കുന്ന ഒരു സാഹചര്യം നരേന്ദ്രമോദി സർക്കാരിന്റെ കാലഘട്ടത്തിലുണ്ടായി. ഈ 5 വർഷക്കാലം കൊണ്ട് 84,000 സ്കൂളുകളാണ് ആ പദ്ധതിയിൽ നിന്ന് ഒഴിവാക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അപ്പോൾ കേന്ദ്ര ഗവൺമെന്റ് പേര് മാറ്റി അവതരിപ്പിക്കുന്ന പദ്ധതികൾക്ക് അപ്പുറത്തേക്ക് UPA സർക്കാർ കൊണ്ടുവന്നതുപോലെ അല്ലെങ്കിൽ അതിനു മുമ്പുണ്ടായിരുന്ന കോൺഗ്രസ് സർക്കാരുകൾ കൊണ്ടുവന്നതുപോലെ ജനങ്ങളുടെ പട്ടിണി മാറ്റുന്നതിനോ ജനങ്ങൾക്ക് തൊഴിൽ നൽകുന്നതിനോ അവർക്ക് വരുമാനം ഉറപ്പാക്കുന്നതിന് വേണ്ടുന്ന പദ്ധതികൾ കൊണ്ടുവരാൻ കേന്ദ്ര സർക്കാരിന് സാധിക്കുന്നില്ല എന്ന് മാത്രമല്ല, കേന്ദ്ര സർക്കാരിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പദ്ധതി പേരുമാറ്റൽ യോജനയായി മുന്നോട്ട് പോകുന്ന ഒരു ഘട്ടത്തിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. മഹാത്മാഗാന്ധിയുടെ പേര് തന്നെ ഈ പദ്ധതിയിൽ നിന്ന് നീക്കം ചെയ്യുകയാണ്. മഹാത്മാഗാന്ധിയുടെ പേര് നീക്കം ചെയ്യുന്നത് രാഷ്ട്രപിതാവിനോടുള്ള അവഹേളനമായിട്ടാണ് കണക്കാക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. ഇപ്പൊ ഗാന്ധിയെ വെടിവെച്ച് കൊന്നിട്ടും അദ്ദേഹത്തിന്റെ ഓർമ്മകൾ ഭയക്കുന്ന ഒരു സംഘപരിവാർ ശ്രമങ്ങൾ നമുക്ക് നിരന്തരമായി കാണാൻ വേണ്ടി സാധിക്കുന്നു. ഗാന്ധിയെ ഭയക്കുന്ന ഒന്നായി സംഘപരിവാർ നിരന്തരമായി നിലനിൽക്കുന്നതുകൊണ്ടാണ് സംഘപരിവാർ അജണ്ടയുടെ ഭാഗമായി മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ നിന്ന് അദ്ദേഹത്തിന്റെ പേര് നീക്കം ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. അപ്പൊ ഈ രണ്ട് കാര്യങ്ങൾ മുൻനിർത്തിക്കൊണ്ട് തന്നെ അതിശക്തമായ പ്രതിഷേധ പരിപാടികൾക്ക് യൂത്ത് കോൺഗ്രസ് തുടക്കം കുറിക്കുന്നതിന്റെ ഭാഗമായി
മുഴുവൻ നിയോജകമണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ന്യൂ ഇയർ ദിനത്തിൽ ജനുവരി മാസം 1-ാം തീയതി ഇവിടെ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ നിന്ന് ഗാന്ധിയുടെ പേര് നീക്കം ചെയ്തതിലും ആ പദ്ധതിയെ ഇല്ലായ്മ ചെയ്യുന്നതിലും അതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാർ ഇപ്പോൾ ഈ 2 തവണയായി തുടർച്ചയായി റെയിൽവേ യാത്രാ നിരക്ക് കൂട്ടിയതിലുമെല്ലാം പ്രതിഷേധിച്ച് 140 നിയോജകമണ്ഡലം കേന്ദ്രങ്ങളിലും യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള പ്രതിഷേധ പരിപാടികളും നരേന്ദ്രമോദിയുടെ കോലം കത്തിച്ചുള്ള സമരങ്ങളും ഉൾപ്പെടെയുള്ള പരിപാടികൾ പ്രഖ്യാപിക്കപ്പെടുകയാണ്.